തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. അവൻ നമുക്കാ ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗകനാ ദേശമതിൽ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119, 105 വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകും. ദൈവത്തിൻ്റെ വചനം നമുക്ക് കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. പ്രകാശം നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ കൂരിരുട്ട് മാറിപ്പോവുകയും, പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മാർഗം വെളിവായി വരികയും ചെയ്യും. നടക്കേണ്ട വഴി നമുക്ക് ശരിയായ വിധത്തിൽ കാണുവാൻ കഴിയും. വിശുദ്ധ വേദോസ്തവം പറയുകയാണ്, ഈ വചനം തന്നെ എൻ്റെ കാലിന് ഒരു ദീപമാണ്, എൻ്റെ പാതയ്ക്ക് അത് പ്രകാശവുമാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട നിത്യജീവനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ പറയുമ്പോൾ അവിടെ പറയാണ്, ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. അതിന് നിത്യജീവനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ 5-ാം വാക്യത്തിൽ പറയാം, ദൈവം വെളിച്ചം ആകുന്നു. ഈ വെളിച്ചം ദൈവമാണ്. എന്നിട്ട് പറയാം, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ഒരു ദൂതാകും. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതും ഇല്ല. വെളിച്ചത്തിൽ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. എന്നിട്ട് പറയണം, അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ ദൈവമക്കളായി തീർന്നവരെ സംബന്ധിച്ചോളം വചനം പറയാണ്, അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ. അത്ഭുതകരമായൊരു പ്രകാശമാണ് ദൈവത്തിൻ്റെ പ്രകാശം. അതാണ് ഈ വചനം പറയുന്നത്, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് അത് പ്രകാശം ആകുന്നു. സദൃശവാക്യങ്ങൾ 6 അതിൻ്റെ 23 പറയാം, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും, പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗമാകും. എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അത് ദീപമാണ്, അതനുസരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, വെളിച്ചത്തിലേക്ക് വരികയാണ്. ഉപദേശം ഒരു വെളിച്ചമാണ്. ദൈവിക ഉപദേശം നാം സ്വീകരിക്കുമ്പോൾ നാം വെളിച്ചത്തിൽ നടക്കുന്നവരായി മാറുകയാണ്. പ്രബോധനം ലഭിക്കുമ്പോൾ അതിനകത്തുള്ള ശാസനകൾ, ചിലത് ചെയ്യരുതെന്ന് പറയുന്നത്, അത് ജീവൻ്റെ മാർഗമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനം ഇങ്ങനെ പറയാണ്, നേരം വെളുക്കുകയും
നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്നൊരു വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. നമ്മൾ വചനം അങ്ങനെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടാൽ, പ്രകാശം പോലെ കരുതിക്കൊണ്ടാൽ നന്ന് എന്ന് പറയുന്നു. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ദൈവത്തോടുള്ള കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ദൈവം തന്നെയാണ് വെളിച്ചം. അപ്പം ദൈവം വെളിച്ചമാണ്. ഒരാൾ യേശുക്രിസ്തുവിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഇരുളിൽ നടക്കാതെ ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞു. ഞാനാണ് വെളിച്ചം, ജീവൻ്റെ വെളിച്ചമാണ്. നിത്യജീവനിലേക്കുള്ള വെളിച്ചം യേശുക്രിസ്തുവാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തു ഇങ്ങനെ പറയാണ്, ഞാൻ വെളിച്ചമായിരിക്കുന്നു, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചങ്ങളാണ്. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ വെളിച്ചങ്ങളായി മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. കാര്യമെന്ന, ദൈവം വെളിച്ചം ആകുന്നു. എന്നിട്ട് പറയാം, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്ന് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് പറയുന്ന ദൂതാകും. എന്നിട്ട് പറയണം, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ ഫോഷ്ക പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതും ഇല്ല. അവൻ വെളിച്ചത്തിൽ ഇരുന്നതുപോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ കാലിന് ദീപമാണല്ലോ. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായ യേശുക്രിസ്തു, ദൈവം വെളിച്ചമായിരുന്ന യേശുക്രിസ്തുവിലൂടെ മുഴു ലോകത്തിനും വെളിച്ചം നൽകാൻ ഈ ഭൂമിയിലേക്ക് യേശുക്രിസ്തുവിനെ അയച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവം ഇരുന്നത് വെളിച്ചത്തിൽ നടന്നതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞങ്ങളും ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി തീരണം എന്നുള്ളത് ദൈവത്തിൻ്റെ അരുളപ്പാടും ആഗ്രഹവുമാണല്ലോ. ആ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ തിരുക്കരത്താ വഹിച്ചു എന്നെ. തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം